ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ബൊക്കാഷി ബക്കറ്റിനെ പറ്റിയുള്ള കേട്ടോ. ഇതിന് ഞങ്ങൾക്ക് 280 രൂപയാണ് ചിലവായത്. പഞ്ചായത്തിലെ സബ്സിഡി കിട്ടിയതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2800 ആ ഒരു റേഞ്ചിലാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതുകൊണ്ട് റേറ്റ് കുറവിലാണ് കിട്ടിയത്, അതായത് സബ്സിഡിയോടുകൂടിയാണ് കിട്ടിയത്. അപ്പോൾ ഏകദേശം 280 രൂപയുള്ളൂ. അപ്പോൾ അതിനകത്ത് കൂടെ കിട്ടിയതാണിത് ഈ കാണുന്ന കമ്പോസ്റ്റ് മേക്കറും. ഇതൊരു 6 ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നതാണ് ചെറിയ പാക്കറ്റിൽ ശർക്കരയാണ് കേട്ടോ അത്. പിന്നെ ഇതൊരു ഫ്ലാപ്പും ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് 30 ലിറ്ററിൻ്റെ ബക്കറ്റ് കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ടാപ്പുണ്ട്. ടാപ്പ് തുറന്നാണ് നമ്മൾ സ്ലറി എടുക്കുന്നത്. സ്ലറി നമുക്ക് പച്ചക്കറി കൃഷിക്കൊക്കെ നമുക്ക് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അത് കേട്ടോ, ഇതിൻ്റെ അവിടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് കേട്ടോ. ഈ ബുക്ക്ലെറ്റ് വായിച്ച് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇവരെ വീഡിയോസൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇവർ. അത് നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഫുൾ മാനുവൽ ഉണ്ട് ഇതിനകത്ത്. ആദ്യം ഈ ശർക്കര ഇതിനകത്ത് ഇടണം. ഒരു 20 ഗ്രാം പറയണം. ഞാൻ ഏകദേശം ഒരു കണക്ക് നോക്കി ഇട്ടിട്ടുണ്ട്. ഇത്തിരി കൂടുതലും കുഴപ്പമില്ലാന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. കണ്ടോ, അതിനകത്തൊരു തട്ട് കണ്ടോ. ആ തട്ടിൽ നമ്മൾ ഈ ഒരു നെറ്റ്, ഈ മെഷ് അതിൻ്റെ മുകളിൽ വെക്കണം. അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അടിയിലാണ് ഈ സ്ലറി വന്ന് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പേപ്പറിൻ്റെ കഷ്ണം വെക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പഴയ ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിത് ഭക്ഷണാവശിഷ്ടങ്ങൾ തലേദിവസം വന്നതൊക്കെ ഇട്ടത് കേട്ടോ. ഇത് ഒരു 2 ഇഞ്ച് കനം ആയതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിൽ ഈ കമ്പോസ്റ്റ് പൗഡർ ഇടാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഞാനത് നോക്കിയില്ല, ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, ആദ്യമായിട്ട് ചെയ്യണല്ലേ എന്ന് ഓർത്ത് ഞാൻ ഇട്ടു. അതിന് ശേഷം പച്ചക്കറി വേസ്റ്റും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിനകത്ത് പട്ടാളപ്പുഴുക്കൾ വന്ന് കൂടുന്നതാണ് പറഞ്ഞത് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇത് വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതാണ് മിക്സ്ചർ പൗഡറിൻ്റെ ഫുൾ ഡീറ്റെയിലിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അധികമൊന്നും വായിക്കാൻ നിന്നൊന്നുമില്ല, നമ്മുടെ ഒരു ഐഡിയ വെച്ച് അങ്ങോട്ട് ചെയ്താൽ കേട്ടോ. നമുക്കതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ടാണ് ചെയ്യാനായിട്ട്. എന്നിട്ട് കേട്ടോ, ഇത് നമുക്ക് ഈ സാധനം വെച്ച് ഫ്ലാപ്പ് വെച്ച് ഒതുക്കി ഒന്ന് ശരിക്ക് ഒതുക്കാം. ഈ 2 ബക്കറ്റ് എന്ന് പറഞ്ഞാൽ 1 ബക്കറ്റ് നിറഞ്ഞതിന് ശേഷമാണ് 1 ബക്കറ്റ് യൂസ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഞാൻ കുറച്ച് കമ്പോസ്റ്റ് പൗഡർ കൂടി ഇട്ട് കൊടുത്തു. കാരണം ഒരു കാരണവശാലും ഇത് സ്മെല്ലൊന്നും പുറത്തേക്ക് ഉണ്ടാവരുതല്ലോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യണില്ല, അപ്പോൾ നമുക്കതിൻ്റെ പോരായ്മകൾ ഉണ്ടാവുമല്ലോ. എന്തായാലും ഞാൻ ഇട്ട് കൊടുത്തു. കൂടുതലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഓർത്ത്. എന്നിട്ട് ഇത് ശരിക്കും അടച്ച് വായു കയറാത്ത രീതിയിൽ അടച്ചിട്ടുണ്ടല്ലോ. ഇതിനൊരു ലോക്ക് ഉണ്ട്, 2 ലോക്ക്. ആ ലോക്ക് ഇട്ട് വച്ചേക്കണം. ഇനി ഡെയിലി നമുക്ക് ഇതിനകത്തേക്ക് വേസ്റ്റ് ഇട്ട് ഇതുപോലെ മൂടി വെക്കാം കേട്ടോ. ഇതുപോലെ എടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം കേട്ടോ, കുഴപ്പമില്ല.